തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ഛിന്നഭിന്നമായി പോയ 15ഓളം മനുഷ്യരുടെ ജീവന്റെ പുറത്ത് ചവിട്ടി നിന്ന് മനുഷ്യത്വരഹിതമായി പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് രാജേഷ് പറഞ്ഞ വാചകമൊന്ന് കേട്ടെ. ഇന്നലെ പറഞ്ഞല്ലോ, ദേശത്തെ പൊതുവികാരം എന്ന് പറഞ്ഞാൽ പൂരം നടത്തണം എന്നാണ്. ഇതൊരു കൊല്ലത്തെ പ്രയത്നമാണ്, അതിൻ്റെ പിന്നെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പം അത് പൂരം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത്. പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് അവതരിപ്പിക്കും. ഈ പാറമേക്കാവ് ഒരു തീരുമാനമെടുത്തു, തിരുവമ്പാടി സമാനമായ രീതിയിൽ തീരുമാനം അവർ അറിയിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. എന്താണ് പറഞ്ഞത്? അവരിതുപോലെ തന്നെ പൂരം നടത്താനുള്ള തീരുമാനം തന്നെ. അതെ, പൂരം നടത്തണമെന്നതാണ് പൊതുവികാരം അത്രേ. എങ്ങനെ പൂരം നടത്തണമത്രേ. പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന 15ഓളം മനുഷ്യരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി, 20ഓളം മനുഷ്യർ ജീവച്ഛവമായി. ആ മനുഷ്യരുടെ ജീവന് പുറത്ത് ചവിട്ടി നിന്നിട്ട് പൊതുവികാരം പൂരം നടത്തണമെന്ന്. അപ്പോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ മരണപ്പെട്ടു പോയ ജീവച്ഛവങ്ങളായിട്ടുള്ള മനുഷ്യരുടെ ജീവന് ഒരു വിലയുമില്ല. എവിടെ? രാജേഷ് പറയുന്ന കാഴ്ചയിൽ തന്നെ ഒരു കുഞ്ഞ് അമിത്ഷായുടെ പ്രതീകമുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ് പൊതുവികാരം. ആരുടെ പൊതുവികാരം? അത് ഞങ്ങൾ കുറച്ചു പേരുടെ പൊതുവികാരം. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സൽക്കർമ്മം നടക്കാനിരിക്കുന്നു. അതിനിടയിൽ വീട്ടിലെ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ പിന്നെ ആ ചടങ്ങ് നടത്തുമോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ നടത്തണമെന്ന് സംഘപരിവാറുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന പാറമേക്കാവ് ദേവസ്വത്തിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ ചിതറിപ്പോയ മനുഷ്യർക്ക് ഇവർ എത്ര വില കൽപ്പിക്കുന്നുണ്ട്. ആ ജീവനൊക്കെ തൃണവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ പുല്ലു വില കൽപ്പിക്കുകയാണ്. അതിന് കാരണമുണ്ടെന്നേ. കാര്യം ഈ പണിക്കൊക്കെ അല്ലെങ്കിൽ ഈ ജോലിക്കൊക്കെ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണല്ലോ. ഈ ദേവസ്വം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണ്? അത് സമ്പന്നന്മാരും തറവാട്ടുകാരുമായിട്ടുള്ള സംഖ്യകളാണല്ലോ. അവരെ കുടുംബത്തിനകത്ത് ഒന്നും സംഭവിക്കാത്തിടത്തോളം ഇത്തരം അടിമ ജോലികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവൻ പോലും പണയപ്പെടുത്തി ഇത്തരം അപകടകരമായ ജോലി ചെയ്യുന്നവർ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇവരെ പോലുള്ളവരുടെ കച്ചവടത്തിന് വേണ്ടിയാണ് ചെയ്തത്. അവർക്ക് തുലവും തുച്ഛവുമായിട്ടുള്ള വരുമാനങ്ങൾ കൊടുത്തതിന് ശേഷം ഇവർ ഇതൊക്കെ കാട്ടി വമ്പൻ സ്പോൺസർഷിപ്പുകൾ വാങ്ങിയെടുക്കും. അതിൽ പലതും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന ചരിത്രവുമുണ്ട്.